നമസ്കാരം. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് ചിട്ടകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്ന് അച്ചടക്കം തന്നെയാണ്. വിമാനത്തിലുള്ള അച്ചടക്കം പാലിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാൻ എന്നുള്ളത് ഒരു അലിഖിത നിയമം തന്നെയാണ്. അത് ലംഘിക്കുകയാണെങ്കിൽ അതിന് വലിയ ശിക്ഷ തന്നെ കിട്ടും എന്നുള്ളതും ഉറപ്പാണ്. എന്നാൽ ഇത് അറിയാൻ പാടില്ലാതെ പലരും വിമാനത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുകയും അവരെല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് സംഭവങ്ങൾ ഈയിടെയായി നിരന്തരമായി നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം വനുവനാട് എന്ന രാജ്യത്ത് നിന്ന് ഓസ്ട്രേലിയയിൽ സിഡ്നിയിലേക്ക് പറന്ന ഒരു വിമാനത്തിലാണ് അതിവിചിത്രമായൊരു സംഭവം നടന്നത്. ഒരു യാത്രക്കാരി നിരന്തരമായി വിമാനത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. വിമാനം പറന്നു കയറുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവർ വല്ലാതെ ബഹളം വയ്ക്കാൻ ആരംഭിച്ചു. ഇവരുടെ സഹയാത്രികരായിരുന്നു. തൊട്ടടുത്തിരുന്ന ഒരു കുടുംബം പരാതിപ്പെട്ടു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്ത് വലിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. എന്നാൽ വിമാന ജീവനക്കാർ അവരെ സമീപിക്കുകയും നിങ്ങളുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കയ്യിൽ സിഗരറ്റ് ഇല്ല എന്ന് പറഞ്ഞ യാത്രക്കാരി പിന്നീട് പറഞ്ഞത് തൻ്റെ കയ്യിലിരിക്കുന്നത് അല്ലാത്ത സാധാരണ ഉപയോഗിക്കുന്ന സിഗരറ്റാണ് എന്നാണ്. തുടർന്ന് ഇവർ വല്ലാതെ ശബ്ദമുയർത്തി സഭ്യമല്ലാത്ത ഭാഷയിൽ ബഹളം വയ്ക്കാൻ തുടങ്ങി. വിമാന ജീവനക്കാരെയും ഇവർക്കെതിരെ പരാതിപ്പെട്ട ആ കുടുംബത്തിനെയൊക്കെ തന്നെ ഇവർ ചീത്ത വിളിക്കാൻ ആരംഭിച്ചു. ഈ യാത്രക്കാരി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വിമാന ജീവനക്കാരും സഹയാത്രികരൊക്കെ തന്നെ പറയുന്നത്. ലക്കുകെട്ട ഇവർ തുടർന്ന് വല്ലാതെ ഉറക്കം ചിരിക്കുകയും വിമാനത്തുള്ളിൽ കിടന്ന് ബഹളം വയ്ക്കുകയെല്ലാം ചെയ്തിരുന്നു. ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വിമാനത്തിലെ ജീവനക്കാർ സിഡ്നിയിലെ വിമാനത്താവളത്തിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു യാത്രക്കാരി വിമാനത്തിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്ന്. വിമാനം സിഡ്നിയിൽ ലാൻഡ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിമാനത്തിലേക്ക് പ്രവേശിച്ചു. എല്ലാ യാത്രക്കാരോടും അവർ ഇരിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ഈ യാത്രക്കാരി അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ സിഗരറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വീണ്ടും പറയുന്നു, എൻ്റെ കയ്യിൽ സിഗരറ്റില്ല, ഞാൻ സാധാരണ സിഗരറ്റാണ് വലിക്കാറുള്ളതെന്ന് പറയുകയും പിന്നീട് അവരോടും ഏതാണ്ട് ബഹളം വയ്ക്കാനുള്ള ചില തയ്യാറെടുപ്പുകൾ ഇവർ നടത്തുന്നുണ്ട്. ഇവർ ഈ നടന്നതെല്ലാം തന്നെ നേരത്തെ സ്വന്തം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. ആ മൊബൈൽ ഫോൺ പോലീസുകാർ വാങ്ങിയപ്പോൾ അത് തിരികെ അവർ പിടിച്ചു പറിക്കുന്നതായിട്ടാണ് കാണുന്നത്. തിരിച്ച് സ്വന്തം ബാഗിൽ വാങ്ങിച്ചിട്ടു. തുടർന്ന് ഇവർ അവരോടും ബഹളം വയ്ക്കാൻ തുടങ്ങി. പക്ഷേ പോലീസാകട്ടെ അവർ വളരെ സംയമനത്തോടു കൂടി നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും അവരെ വിമാനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇവരെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ വിമാനത്തിലെ മറ്റ് യാത്രക്കാരെല്ലാവരും തന്നെ കൈയടിക്കുകയും ആഘോഷപൂർവ്വം ഇവരെ യാത്രയാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ യാത്രക്കാരെല്ലാവരും തന്നെ ഈ ഒരു യാത്രക്കാരിയെ കൊണ്ട് സഹികെട്ട അവസ്ഥയിലായിരുന്നു വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളം സമയമാണ് അവർക്ക് ഈ സ്ത്രീയെ നേരിടേണ്ടി വന്നത്. ഇവർ ഒറ്റയ്ക്കാണോ വിമാനത്തിൽ സഞ്ചരിച്ചത് അതോ മറ്റ് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഇവരുടെ ബാഗും മറ്റും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ കൊണ്ടുപോകുന്നതായി കണ്ടതായി യാത്രക്കാർ പറയുന്നുണ്ട്. ഏതായാലും കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ് ഓസ്ട്രേലിയൻ പോലീസ് അറിയിക്കുന്നത്. ഈ സ്ത്രീ അമിതമായി മദ്യപിച്ചിരുന്നു എന്നും ഇവർ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നൊക്കെയുള്ള കേസുകൾ ഇവരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. ഇനി കോടതിയാണ് തീരുമാനിക്കുന്നത് ഇവർക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്നും.